ഹലോ ഗായ്സ്, നമുക്കിന്നൊരു ബഷീർ ക്വിസ് നോക്കാം. ചോദ്യം 1. എൻ്റെ ബഷീർ എന്ന കവിതയുടെ രചയിതാവ് ആര്? ഉത്തരം ONV കുറുപ്പ്. ചോദ്യം 2. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ചോദ്യം 3. ബഷീറിൻ്റെ നിലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം ഏത്? ഉത്തരം ഭാർഗവീ നിലയം. ചോദ്യം 4. 1987 കാലിക്കറ്റ് സർവകലാശാല ഡി.ലിറ്റ് ബിരുദം നൽകിയപ്പോൾ ബഷീർ നടത്തിയ പ്രഭാഷണം ഒരു ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചു. ഈ ഗ്രന്ഥത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ചെവിയോർക്കുക അന്തിമകാഹളം. ചോദ്യം 5. ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഏതാണ് ആ മരം? ഉത്തരം മാംഗോസ്റ്റീൻ. ചോദ്യം 6. ചോദ്യോത്തര രൂപത്തിൽ ബഷീർ എഴുതിയ കൃതി ഏത്? ഉത്തരം നേരും നുണയും. ചോദ്യം 7. വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന വാക്യം ഏതു കൃതിയിൽ നിന്നുള്ളതാണ്? ഉത്തരം എന്റുപ്പുപ്പാക്കരനുണ്ടാർന്നു. ചോദ്യം 8. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിൻ്റെ പേരെന്ത്? ഉത്തരം കടുവക്കുഴി ഗ്രാമം. ചോദ്യം 9. ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആര്? ഉത്തരം ബാലാമണി അമ്മ. ചോദ്യം 10. ഒന്നും ഒന്നും ഇമ്മിണി വലിയ ഒന്ന് എന്ന പ്രയോഗം ബഷീറിൻ്റെ ഏത് നോവലിൽ ഉള്ളതാണ്? ഉത്തരം ബാല്യകാലസഖി. ചോദ്യം 11. ഒരിടത്തൊരു സുൽത്താൻ കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തുന്ന ഈ ബാലസാഹിത്യകൃതി രചിച്ചതാര്? ഉത്തരം കിളിത്തൂർ രാധാകൃഷ്ണൻ. ചോദ്യം 12. ആകാശമിഠായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവൽ ഏത്? ഉത്തരം പ്രേമലേഖനം. ചോദ്യം 13. മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ നോവൽ ഏത്? ഉത്തരം ബാല്യകാലസഖി. ചോദ്യം 14. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? ഉത്തരം ഗാന്ധിജിയെ. ചോദ്യം 15. ബഷീറിൻ്റെ എഴുത്തും ജീവിതവും എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ഉത്തരം EM അഷ്റഫ്. നന്ദി. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.